അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, യാത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ യാത്ര പോകുന്നവരെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ജംഉം കസ്റും എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അതിലൊരു ഭയങ്കരമായ സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം ഖളാ ആയി പോകുന്ന അതിൻ്റെ ഒരു കുറ്റം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഹലാലായി യാത്രകൾ ചെയ്യുന്നവർക്ക് ഈ ജംഉം ഖസ്റും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഏറ്റവും അള്ളാഹു തആല നമുക്ക് യാത്രക്കാർക്ക് നൽകിയ ദീന് നൽകിയ ഒരു ഷറയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് നൽകിയ ഒരു ഇളവാണ് ഈ ജംഉം കസ്റും എന്ന് പറയുന്നത്. അത്രത്തോളം നമ്മൾ നിസ്കാരങ്ങളെ ഖളാ ആക്കാത്ത വിധം, ഖളാഇൻ്റെ ശിക്ഷ ലഭിക്കാത്ത വിധം തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ പുണ്യം നേടിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഖളാ ആക്കാതെ തന്നെ നമുക്ക് ഈ നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ ജംഉം ഖസ്റും വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ യാത്രക്ക് 3 നിബന്ധനകളുണ്ട്. ഒന്നാമത് 3 മർഹല അഥവാ 132 കിലോമീറ്റർ ദൂരം, ഇവിടുന്ന് എവിടെയാണോ നമ്മൾ എത്തേണ്ടത് ആ ഒരു ദൂരം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, ഇവിടുന്ന് അങ്ങോട്ട് 132 കിലോമീറ്റർ ദൂരമുണ്ടായിരിക്കണം. അതുപോലെ ഹലാലായ യാത്രയായിരിക്കണം. മൂന്നാമതായി പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനം, അത് എവിടേക്കോ എന്തൊക്കെയോ എങ്ങനോ പോവല്ല, ഒരു ലക്ഷ്യസ്ഥാനം നമുക്കുണ്ടായിരിക്കണം. അത് ഇനി കാഴ്ചകൾ കാണാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നല്ല ഹലാലായ യാത്രകളാണെങ്കിലും സിയാറത്തുകളാണെങ്കിലും ഒക്കെ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ 3 നിബന്ധനകൾ യാത്രയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജംഉം ഖസ്റും ആക്കാവുന്നതാണ്. ഇനി എന്താണ് ജംഅ്? ജംഅ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തെ മറ്റു നിസ്കാരവുമായി രണ്ടും കൂട്ടി ചേർക്കുക. ഏതൊക്കെ നിസ്കാരങ്ങളാണ് ജംഅ് ആക്കാൻ പറ്റുന്നത്? ളുഹറും അസറും തമ്മിൽ ജംഅ് ആക്കാം. അതുപോലെ മഗ്രിബും ഇശാവും തമ്മിൽ ജംഅ് ആക്കാം. അതല്ലാതെ അസറും മഗ്രിബും തമ്മിൽ ജംഅ് ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കുക. എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരത്തിനെ 2 ആക്കി ചുരുക്കുക. അത് ഏതൊക്കെ പറ്റും? ളുഹർ, അസർ, ഇശാ, ഇതാണ് 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ. അല്ലാതെ മഗ്രിബിനെ നമ്മൾ പകുതിയാക്കാൻ പറ്റില്ല. അതുപോലെ ഈ 3 റക്അത്തുകൾ നമുക്ക് ചുരുക്കാൻ പറ്റും, ഖസ്റാക്കാൻ പറ്റും. ഈ സുബ്ഹിയാണ് നമുക്ക് ജംഉം ഖസ്റും ആക്കാൻ പറ്റാത്ത ഒരേ ഒരു നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് നമുക്ക് ഈ യാത്രയിൽ നമുക്കൊരു സമയം കിട്ടി, നമ്മൾ ഇറങ്ങുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ലുഹറിൻ്റെ സമയത്താണെങ്കിൽ ആ ലുഹറിൻ്റെ സമയത്ത് നമ്മൾ ഖസ്റിനെ കൂടി എന്ത് ചെയ്യുക? മുന്തിച്ച് നിസ്കരിക്കുക. ഖസ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അസർ നിസ്കാരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്താണ്? മുന്തിച്ച് നിസ്കരിക്കുക. അപ്പോൾ അസർ നിസ്കാരത്തെ നമുക്ക് ഈ ലുഹറിൻ്റെ സമയത്ത് തന്നെ അപ്പം തന്നെ എന്താണ് ഇതിലുള്ള ഒരു നിബന്ധന എന്ന് പറഞ്ഞാൽ ലുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ തന്നെ അസറിനെയും നിസ്കരിക്കണം. അതെങ്ങനെയാണ്? ലുഹറിൻ്റെ നിസ്കാരത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ അസർ നിസ്കാരത്തെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അതിന് ലുഹറിൻ്റെ നിസ്കാരത്തിൽ ആ ലുഹർ നിസ്കരിക്കുന്ന സമയത്തിൽ എപ്പോഴാണെങ്കിലും കരുതിയാൽ മതി. സലാം വീട്ടുന്നതിന് മുമ്പ് കരുതണമെന്ന് മാത്രം. അത് തുടക്കത്തിലാണ് ഏറ്റവും ഉത്തമം. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ ലുഹർ നിസ്കരിക്കുക, ലുഹറിൻ്റെ നിയ്യത്ത് അതേപോലെ തന്നെ നിസ്കരിക്കുക. അതിന് ഖസ്റാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കാം ലുഹർ, അതിലും അനുവദനീയമാണ്. അപ്പോൾ ലുഹർ 2 റക്അത്ത് നമുക്ക് ജംആക്കി നിസ്കരിക്കാം, ഖസ്റാക്കി നിസ്കരിക്കാം. ഖസ്റാക്കി നിസ്കരിക്കുകയാണ് ലുഹർ എങ്കിൽ അതിനുള്ളിൽ നമ്മൾ മനസ്സിൽ കരുതുക, ഞാൻ അസർ നിസ്കാരത്തെ കൂടി ജംആക്കി നിസ്കരിക്കുന്നു. അപ്പോൾ ജംആക്കുകയും ചെയ്യാം. ആ അസറിനെ നമുക്ക് 2 റക്അത്തായിട്ട് ഖസ്റാക്കിയിട്ട് ജംആക്കി നിസ്കരിക്കാം. ജംആക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, മറ്റേ ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കാം. ഈ 2 ലുഹറിനെയും അസറിനെയും ഖസ്റാക്കാനുള്ള ഷറയിൽ നമുക്ക് എന്തുണ്ട്? ഇളവുണ്ട്. 2നെ ചുരുക്കാൻ പറ്റും. അപ്പോൾ അതിനെ 2നെ ജംആക്കുകയും ചെയ്യാം, ചുരുക്കുകയും ചെയ്യാം. ഇനി അസറിൻ്റെ സമയത്താണ് നമുക്ക് ഒഴിവ് കിട്ടുന്നതെങ്കിൽ ലുഹറിനെ ആ സമയത്തേക്ക് നമുക്ക് വെക്കണം. അപ്പോൾ ലുഹറിൻ്റെ സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇല്ല. അപ്പോൾ അസറിൻ്റെ സമയത്ത് നമ്മൾ ഇന്ന സ്ഥാനത്ത് എത്തുമെന്ന് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ സമയത്തേക്ക് നമുക്ക് ലുഹറിനെ അങ്ങോട്ട് എന്താ പറയുക പിന്തിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ലുഹർ ഖളാ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിൽ കരുതണം. മനസ്സിൽ കരുതാഞ്ഞാൽ ആ ലുഹർ ഖളാ ആയ പോയ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ലുഹറിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ കരുതുക, ഈ ലുഹറിനെ ഞാൻ അസറിലേക്ക് ജംആക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അതുപോലെ പിന്നെയുള്ളത് അതേപോലെ തന്നെയാണ് മഗ്രിബും ഇശാവും വരുന്നത്. പിന്നെ ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കുക, അത്രയേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം തന്നെ ഖളാ ആവാതെ അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് ഈ നിസ്കാരങ്ങൾ ഹലാലായ യാത്രകളിൽ നിർവഹിക്കാം.
ഇത് വളരെയധികം അറിയാതെ വെറും ചെറിയ കാര്യമാണ്. ളുഹ്ർ അസ്ർ എന്ന് പറയുന്ന നിസ്കാരങ്ങൾ ഒരുവിധം എല്ലാ യാത്രക്കാരും ഖളാക്കി പോകുന്ന നിസ്കാരങ്ങളാണ്. അപ്പോൾ ഇത് ജംഉം ഖസ്റും നമുക്ക് നൽകുന്ന ഷറയിൽ യാത്രക്കാർക്ക് നൽകുന്ന ഒരു ഇളവാണ്. ഇത് മാക്സിമം എല്ലാ യാത്രക്കാരും ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ എല്ലാ സംശയങ്ങളും, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻ്റായിട്ട് ഇതിൽ അറിയിക്കുക. അതിനുള്ള സംശയം ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.